ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും Q4 എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെയിൻ സോക്കറ്റ് കൊണ്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പഴയ ചെയിൻ സോക്കറ്റാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്നതോ അല്ലെങ്കിൽ പൊട്ടിയതോ ആയിട്ടുള്ള ഒരു ക്ലോക്ക് എടുക്കാം. പിന്നെ ഒരു ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ്. നമ്മൾ എടുക്കുന്ന ഈ ചെയിൻ സോക്കറ്റിൽ ഫുൾ ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴുകി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പെട്രോളിലൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓയിൽ കാര്യങ്ങളൊക്കെ പോകും, നല്ലോണം വൃത്തിയായി കിട്ടുകയും ചെയ്യും. എനിക്ക് കിട്ടിയ ചെയിൻ സോക്കറ്റ് വളരെ പഴകിയതാണ്, അപ്പോൾ ഫുൾ ഓയിലാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് വീഡിയോയിൽ. ചെയിനൊക്കെ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് പോയിട്ടില്ലെങ്കിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ പെയിൻറ്റ് കറക്റ്റായിട്ട് അതിന് പിടിക്കില്ല. അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ട് പെട്രോൾ ഉപയോഗിച്ച് നല്ലോണം കഴുകാൻ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് പെട്രോൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ശരിക്കും വെള്ളത്തിൽ കഴുകിയെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അതല്ല പെട്രോൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് കഴുകിയെടുത്തത് ഇങ്ങനെ ഒരു പരുവായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ കണക്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കഴുകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ഊരിയതായിരുന്നു. ചെയിൻ സോക്കറ്റ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണേലും എടുക്കാം, പക്ഷെ ബ്ലാക്ക് ആയിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നു. നമുക്കിത് ചെയിനിലും സോക്കറ്റിലും അടിച്ചു കൊടുക്കാം. നല്ല ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പാതി ഭാഗം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്കിത് ചെയിൻ സോക്കറ്റിൻ്റെ രണ്ട് ഭാഗത്തും അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം ഉണക്കാൻ വെക്കാം. ഇതിവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ക്ലോക്കിൽ നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്. നമ്മുടെ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും നമുക്കൊന്ന് ഊരിയെടുക്കാം. മിനിറ്റിനും സെക്കൻഡിനും മണിക്കൂറിനൊക്കെ കുറേ വിലയുണ്ടെങ്കിലും അതിനൊട്ടും വിലയില്ല. അത് പതുക്കെ പിടിച്ച് വലിക്കണം, ഇല്ലെങ്കിൽ അത് വളഞ്ഞു പോകും. ഇനി നമുക്കിതിൽ വേണ്ടത് ആ ഗ്രാഫിക്സ് ബോർഡാണ്. ആ ബോർഡ് ആ മെഷീനായിട്ട് കണക്റ്റ് ആയതുകൊണ്ട് അത് ഊരിയെടുക്കാൻ ഒരു ഇത്തിരി പ്രയാസപ്പെട്ടു, എന്നാലും നമുക്ക് പെട്ടെന്ന് കിട്ടും. ആ ഗ്രാഫിക്സ് ബോർഡ് ഒരു ചെറിയ ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കീറിപ്പോവാതെ ശ്രദ്ധിച്ചെടുക്കുക. ഇനി നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന സോക്കറ്റിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനകത്ത് പശ ഓൾറെഡി ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ പശേൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഇനി നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പശ വേണമെങ്കിൽ പശ ഒട്ടിക്കാം. ഇനി പശ ഉപയോഗിക്കുകയാണെങ്കിൽ ഫെവിക്വിക്ക് തന്നെ ഉപയോഗിക്കുക, കാരണം പെട്ടെന്ന് പറന്നു പോകാത്ത രീതിയിൽ വേണമല്ലോ നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ. ചെയിൻ സോക്കറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് ഒട്ടിക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കിത് പിന്നെ എടുത്തിട്ട് ഇതിനകത്ത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയും പിന്നെ അതിൻ്റെ ആ ഇത് മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ കൈ ഫുള്ള് നാശാവുകയും ചെയ്യും. പോരാത്തതിന് നമ്മൾ ഉണ്ടാക്കിയ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ആദ്യം നമുക്ക് ആ റിങ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ സൂചികളായിട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മാറിപ്പോകരുത്. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും, പിന്നെ പോരേണ്ടി വരും. ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവം എന്തായാലും ഓടുന്നുണ്ട്. ഇനി സമയം കറക്റ്റല്ല, നമുക്കൊന്ന് സമയം റെഡിയാക്കണം. നമ്മുടെ മെയിൻ കാര്യം ഇവിടെ സെറ്റായി. ഇനി ആ ചെയിനിലേക്ക് ഇട്ട് കൊടുക്കൽ മാത്രമാണ് നമ്മുടെ പണി. ഓക്കെ, അപ്പോൾ സംഭവം ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെയിനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയിനിലേക്ക് ഇട്ടു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കണ്ടത്തിലാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ടതാണ്. കെട്ടി തൂക്കിയല്ല, തൂക്കിയിട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.